അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തെ ഒരു സെക്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ തന്നെ അതുപോലെ രണ്ടാമത്തെ സെക്ഷനാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയാം കേട്ടോ. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയാം. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ചാർജസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ചാർജസ് അറ്റ് റെസ്റ്റ് എന്ന് ഓർത്തു കേട്ടോ. ചാർജസ് അറ്റ് റെസ്റ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നത്. ഇലക്ട്രോ ഡൈനാമിക്സ് വരുമ്പോൾ ചാർജസ് എങ്ങനെയാണ് മൂവിങ് ആയിരിക്കും കേട്ടോ. ചാർജസ് മൂവ് ചെയ്യുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്സിൽ വരുന്നത്. അപ്പം ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള രണ്ട് ചാപ്റ്റേഴ്സുകളാണ് ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സുകൾ. അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിലും എന്താണ്, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നാണ് സ്റ്റാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ചാർജസ് അറ്റ് റെസ്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, അവിടെ എന്താണ്, ചാർജസ് എങ്ങനെയാണ്, റെസ്റ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാർജസ് റെസ്റ്റിലിരിക്കുമ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ കുറച്ച് തിയറംസും ഒക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പം ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചാർജ് നമ്മൾ സിമ്പിളായിട്ട് പറയും ചാർജ് എന്ന് പറയും അല്ലേ, ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ചാർജ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ചാർജ് ആണ് ഇസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ് ഇലക്ട്രിക്കൽ ഫിനോമിന. ഇലക്ട്രിക്കൽ ഫിനോമിനസിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്താണ് ഈ ഇലക്ട്രിക് ചാർജ് ആണ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ചാർജ് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഒരു ഫിസിക്കൽ, ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി തന്നെയാണ്. അതിന് മാറ്ററിനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം മാറ്ററിൻ്റെ മാസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, മാറ്ററിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് മാസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മാറ്ററിൻ്റെ എന്താണ് ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജ് നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ ഇലക്ട്രിക് ഫീൽഡിലോ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇലക്ട്രിക് ചാർജസിനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ ലെറ്റർ ക്യൂ വെച്ചിട്ടാണ് കേട്ടോ. സ്മോൾ ക്യൂ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ്. സ്മോൾ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ട് നമുക്ക് ചാർജസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഇലക്ട്രിക് ചാർജസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കട്ടെ. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് ചാർജ്? ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളോം കേട്ടോ. കൂളോം ആണ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, കൂളോം കേട്ടോ. ക്യാപിറ്റൽ C വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.